കോഴിക്കോട് മലാപ്പറമ്പ് തൊണ്ടയാട് ബൈപ്പാസിൽ അടിപ്പാത വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഇവിടുത്തെ റോഡ് നേരത്തെ അടച്ചിരുന്നു. സഞ്ചാര സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ സൂചനാ സമരവും നടത്തി. അടിയന്തര ആവശ്യങ്ങൾക്ക് യാത്ര ചെയ്യുന്നവർ ചുറ്റി സഞ്ചരിക്കേണ്ട അവസ്ഥയിലാണെന്ന് നാട്ടുകാർ പറയുന്നു. ദേശീയപാത നിർമ്മാണം തുടങ്ങുന്നതിന് മുൻപ് തന്നെ അണ്ടർപാസ് വേണമെന്ന ആവശ്യം പ്രദേശവാസികൾ മുന്നോട്ട് വെച്ചതാണ്. ദേശീയപാത നിർമ്മാണ ജോലികൾ പുരോഗമിക്കുകയാണ്. ഇപ്പോഴും അണ്ടർപാസ് ഇല്ല. പകരം ഇവിടെ ഉണ്ടായിരുന്ന റോഡ് കൊട്ടിയടച്ചു. ഇതാണ് വലിയ പ്രതിഷേധത്തിലേക്ക് പ്രദേശവാസികൾ പോകാൻ കാരണം. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഗോൾഫ് ലിങ്ക് റോഡ് അടച്ചു. വളരെ വേഗത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്താൻ കഴിയുന്ന ഒരു റോഡായിരുന്നു ഇത്. 1 കിലോമീറ്ററിലധികം ചുറ്റി സഞ്ചരിച്ചു വേണം ഇനി മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ. മാത്രമല്ല, ഇതുവരെ ഒറ്റക്കെട്ടായി നിന്ന പ്രദേശത്തെ ദേശീയപാത വികസനത്തിന്റെ പേരിൽ വേർതിരിച്ചെന്ന വിമർശനവുമുണ്ട്. അപകടം എല്ലാം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആംബുലൻസിന് ഗതാഗത തടസ്സം കൂടാതെ വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന റോഡാണ് ഈ പാച്ചാക്കൽ റോഡ്. ആ റോഡാണ് ഇപ്പോൾ നാഷണൽ ഹൈവേ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് യാതൊരു തരത്തിലുള്ള മാനദണ്ഡങ്ങളും പാലിക്കാതെ NH അധികാരികൾ അടച്ചു പൂട്ടുന്നത്. കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്നതിനും ഏറെ സമയം ചുറ്റി സഞ്ചരിക്കേണ്ട അവസ്ഥയാണ്. ഇതിന് പരിഹാരമായാണ് അടിപ്പാത വേണമെന്ന ആവശ്യം ഇവർ മുന്നോട്ട് വെക്കുന്നത്. ദേശീയപാത നിർമ്മാണ സമയത്ത് തന്നെ ഈ ആവശ്യം ഉന്നയിച്ചതാണ്. ഈ സമരം ചെയ്യുന്ന ഇവരാരും തന്നെ ദേശീയപാത വികസനത്തിന് എതിരല്ല. സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലാണ് ഇവർ റോഡിലിറങ്ങിയത്. ദേശീയപാത അതോറിറ്റി ഓഫീസിന് മുന്നിലാണ് സൂചനാ സമരം നടത്തിയത്. പ്രദേശവാസികൾ സൂചനാ സമരമാണ് നിലവിൽ നടത്തിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് വളരെ വേഗത്തിൽ എത്താൻ കഴിയുന്ന റോഡാണ് കൊട്ടിയടയ്ക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അണ്ടർപാസ് നിർമ്മിക്കണമെന്ന ആവശ്യത്തിൽ ഇവർ ഉറച്ചു നിൽക്കുകയാണ്. തീരുമാനമുണ്ടായില്ലെങ്കിൽ വലിയ പ്രക്ഷോഭത്തിലേക്ക് പോകുമെന്ന മുന്നറിയിപ്പാണ് ഇവർ നൽകുന്നത്. അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. ദേശീയപാത വികസനത്തിന്റെ പേരിൽ പ്രദേശത്തെ വേർതിരിച്ചു എന്ന വിമർശനം നാട്ടുകാർക്കിടയിലുണ്ട്. അവരുടെ പ്രതികരണങ്ങളിലേക്ക്. പക്ഷെ ഇവർക്ക് ധിക്കാരം നമ്മളോടുള്ളൂ. ഹൈക്കോടതിയിൽ ഇതിനൊരു കേസുണ്ട്. അവിടെ ഇവർക്ക് സമയം ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇവർ. അതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം. നമ്മളോട് പറയാം നിങ്ങൾ 3 കിലോമീറ്റർ നടന്നാലും വിഷയമില്ല, 7 കിലോമീറ്റർ നടന്നാലും വിഷയമില്ല. പക്ഷേ ഈ ഹൈക്കോടതിയിൽ ഇവർക്ക് അതിന് ഉത്തരം നൽകാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇവർ സമയം ഇങ്ങനെ നീട്ടി ചോദിക്കുകയാണ്. അതെ, ഞങ്ങൾക്ക് ഇപ്പോൾ 2 ഭാഗത്ത് ആയിപ്പോയി. ഞങ്ങൾ കുറേ ആൾക്കാർ ഈ ഭാഗത്തു നിന്ന് അങ്ങോട്ടും പോയിക്കൂടാ, അവിടെ നിന്ന് ഇങ്ങോട്ടും വന്നൂടാ. പിന്നെ കുറച്ച് ഞങ്ങൾ മലാപ്പറമ്പിലേ പോകണമെങ്കിൽ തൊണ്ടയാടേക്ക് പോകണമെങ്കിലൊക്കെ ഒരുപാട് ദൂരം താണ്ടണം, എന്നിട്ടേ പോകാൻ പറ്റുള്ളൂ. ഞങ്ങൾ ഒരു കൂട്ടായിട്ട് നിന്ന ആളുകൾ ഞങ്ങളിപ്പോൾ 2 ഭാഗത്തായിപ്പോയി. പല ബുദ്ധിമുട്ട്. ഒന്നാമത് മെഡിക്കൽ കോളേജിൽ എത്തുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ എല്ലാവരും ഒത്തുകൂടുന്നത്. ഇപ്പം ഞങ്ങൾ എത്രയോ ആൾക്കാർ വരുന്നില്ല ആ അമ്പലങ്ങളിൽ പരിപാടിക്ക്. ഈ 2 ഭാഗമായത്. അപ്പം ഞങ്ങൾക്ക് എന്തായാലും എന്തെങ്കിലും ഒരു സൗകര്യം ഞങ്ങൾക്ക് ചെയ്തു തരണം. ഈ വിഷയത്തിൽ പ്രേക്ഷകരും പ്രതികരിക്കുന്നുണ്ട്. ജനങ്ങളുടെ ന്യായമായ ആവശ്യമാണ് അടിപ്പാത എന്ന് രവികുമാർ പറയുന്നുണ്ട്. അൻവോസിന്റെ അക്കൗണ്ടിൽ നിന്ന് പറയുന്നത് ഒരു തലയും വാലുമില്ലാത്ത റോഡ് വികസനം എന്നതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.